ഞങ്ങളുടെ മോളെ തിരിച്ചു കിട്ടിയതിനു ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവൻ വീണത്. ഞങ്ങളുടെ മകളെ സുരക്ഷിതമായി തിരികെ നൽകിയ പോലീസുകാർക്ക് പിന്നെ സർക്കാരിനും നന്ദി രേഖപ്പെടുത്തുന്നു. എന്താടാ അളയാ, ഒരുപാട് സന്തോഷം തോന്നടാ. ഇത്രയും നാൾ ഉറക്കളച്ചിരുന്ന് ചെയ്ത ഓരോ കാര്യത്തിന്റെയും ഫലങ്ങൾ കാണുമ്പോ ഇനിയും 1000 കാര്യങ്ങൾ ഇതുപോലെ ചെയ്യണമെന്ന് തോന്നുവാടാ. മിത്ര, പോലീസ് ആകാൻ വേണ്ടി പണവും പ്രതാപമൊന്നും ആവശ്യമില്ല. എന്ന് പോലീസ് ആകണമെന്ന് വിചാരിച്ചോ അന്ന് മുതൽ നമ്മൾ പോലീസാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്. അങ്ങനെ നീ പറഞ്ഞ ഓരോ കാര്യങ്ങളും എത്രമാത്രം സത്യമാണെന്ന് ഓരോ നിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്ക്സ് എടാ. എടാ എന്താടാ ഇത്? നിങ്ങളുടെയൊക്കെ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ഇത് പോസിബിൾ അല്ലടാ. വി വെയർ ഓൾ ലൈക്ക് മൈൻഡഡ് ആൻഡ് ഇറ്റ് വർക്ക്ഡ് ഔട്ട്. നമ്മൾ ഇതേ സ്പിരിറ്റോട് കൂടി തന്നെ നിന്നാ ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. കറക്റ്റാടാ. ഇന്നത്തെ നൈറ്റ് ഷോ എവിടെയാ? ആരെയാ പൊക്കുന്നേ? ഇന്ന് രാത്രി ആരെയും പൊക്കുന്നില്ല. ഒന്ന് ഉറങ്ങാനാ ഉദ്ദേശം. മിത്രൻ, സാർ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. രാമനാഥൻ സാർ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടേക്ക് കെയർ. ഹലോ സർ. ഹലോ സാർ. ഹായ് സർ. ഗുഡ് ഈവനിങ് സാർ. നിങ്ങളോടെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. ഇതെന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലേക്ക് ജനറിക് മെഡിസിൻ കൊണ്ടുവരാനുള്ള ജിയോ. നമ്മുടെ ഗവൺമെൻറ്റിനും പിന്നെ ഒരു വിദേശ കമ്പനിക്കും ഇതിനോട് താല്പര്യമുണ്ട്. ഇതെങ്ങാനും ഇംപ്ലിമെൻ്റ് ആവുകയാണെങ്കിൽ ഫാർമ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ റവല്യൂഷൻ നടക്കും. 1000 രൂപയുടെ മെഡിസിൻ വെറും 10 രൂപയ്ക്ക് കിട്ടും. പാവപ്പെട്ടവർക്കൊക്കെ ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ഇതൊരു വലിയ കാര്യമായിട്ട് ഇയാളെന്തിനാ എങ്ങനെയൊക്കെ പറയുന്നതെന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഉള്ളു കത്തി എരിയുക. എത്രയും പെട്ടെന്ന് ഇത് തടഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ ഇനി നടക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സാർ പ്ലീസ് ഡു സംതിങ് സാർ. ഞങ്ങളെല്ലാം സാറിനെ വിശ്വസിച്ചിരിക്കുക. ഒരുപാട് പേർക്ക് പലതും ചെയ്യാനുണ്ട്. മെഡിക്കൽ കോളേജിൽ ഡൊണേഷൻ വാങ്ങിച്ചതായിട്ടും പിന്നെ കിഡ്നി വിറ്റും ഒരുപാട് കാശുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങോട്ട് ഇട്. അല്ലെങ്കിൽ ഇത്രയും നാളത്തെ സമ്പാദ്യവും പോവും. ഇനി അങ്ങോട്ട് സമ്പാദിക്കാനും പറ്റില്ല. 10 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു US സിറ്റിസനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കാർക്കെങ്കിലും സുഖമില്ലാതെ വന്നാൽ ഞങ്ങൾ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമെന്ന്. അത് കേട്ടതും അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി. അതെങ്ങനെയാണ് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷന് ഗവൺമെൻറ് കൊടുക്കുന്ന ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. കരണത്ത് ആഞ്ഞടിച്ചതുപോലെ ആയിപ്പോയി. ആ ഒരു മൂമെൻറ്റ് എൻ്റെ ലൈഫിൽ വലിയൊരു ഇമ്പാക്റ്റ് വരുത്തി മാഡം. That's fine. Ma'am, I like to share something. Yes, Janardhan. എന്നോട് സോഷ്യൽ വ്യൂ സ്ട്രെങ്ത് ആയത് സത്യമായിട്ട് മിത്രനാളതാ. ഞാനൊരു വാട്ടി അവനോട് ചോദിച്ചു, എങ്ങനെടാ ഇതെല്ലാം തിരിച്ചു വെച്ചിരിക്കേ? ലൈഫിൽ ഒരു സെക്കൻഡ് കൂടി വേസ്റ്റ് ചെയ്യാൻ വരുന്നതാ ഇപ്പിടി മുടിയൊന്ന് കേട്ടെ. അപ്പോൾ അവൻ പറഞ്ഞു, മുംബൈ താജ് അറ്റാക്ക് ചെയ്തപ്പോൾ അജ്മൽ കസബിന് വയസ്സ് 18, ഡൽഹി റേപ്പ് കേസിൽ ഇൻവോൾവ് ആയ പയ്യൻ്റെ വയസ്സ് 17, ഇന്ന് ഈ സിറ്റിയിൽ കൂലിപ്പട കൊള്ളയടിக்கிறവங்க വയസ്സ് 16-17. കെട്ടവൻ തെറ്റ് പഠിക്കാനും തെറ്റുകൾ ചെയ്യാനും നേരോ സമയമൊന്നും പാക്ക മാട്ടാൻ. നല്ലവൻ നല്ലത് ചെയ്യാൻ നനയ്ക്കുന്നവൻ മട്ടും നേരം സമയം സിറ്റുവേഷൻ ഇതിനെല്ലാം അവൻ കാത്തുകൊണ്ടിരിക്കും. സത്യമാ അവൻ എന്നേക്ക് சொன்ன വാർത്ത എൻ്റെ മനസ്സിൽ കൊണ്ട ഇമ്പാക്റ്റ് പറയാൻ വാക്കുകളില്ല. അതുകൊണ്ട് അവനെ എനിക്കിഷ്ടമായത്. അതാ വെച്ചോണ്ടിരിക്കുന്നത്. വെച്ചോണ്ടിരിക്കാന്നോ? എടാ ജന, മലയാളത്തിൽ അതിന് വേറെ അർത്ഥമാടാ. നിങ്ങളുടെ ഇരുളാർന്ന ജീവിതം എനിക്കറിയാം. ഞാൻ പറയുന്ന സ്ഥലത്ത് എൻ്റെ പ്രിയപ്പെട്ട മിത്രം വന്നിരുന്നുവെങ്കിൽ. ഇതെന്താടാ പുതിയ പ്രശ്നം? എവനാ അയച്ചത്? നമ്മുടെ സുപ്പീരിയേഴ്സ് ഇതറിഞ്ഞാണ്ടല്ലോ പോസ്റ്റിങ്ങേ കിട്ടില്ലടാ. എടാ, വെളിയിൽ 40 പേര് വന്നാലും 4 നിമിഷം കൊണ്ട് അടിച്ച് തെറിപ്പിച്ചിട്ട് പോവാം. പക്ഷെ ഒരു ഓഫീസറുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനാടാ. വിഷയത്തെ വലുതാക്കാമേ, അവോയ്ഡ് ചെയ്താളോ? ഒരു കാര്യം തുടങ്ങി വെച്ചാൽ അത് മുഴുവനായിട്ടും പൂർത്തിയാക്കണം. I 100% agree with Mitran. Excuse me, your Mitran? Please come. നോക്കടാ, മഹിമയല്ലേ വരുന്നത്. എടാ, ഇവളെന്തിനു വേണ്ടി എങ്ങോട്ട് വന്നു? ഒരു വേള ഇവളാണോ മെസ്സേജ് അയച്ചത്?
എന്താടാ ഇവർ ഇത്ര സീരിയസ് ആയി സംസാരിക്കുന്നേ? ഏയ് മിത്രൻ, നിൽക്ക. ഡാ, അവളാണോ ആ മെസ്സേജ് അയച്ചത്? എടാ എന്താടാ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം? അത് നീ അവളോട് തന്നെ ചോദിച്ചാൽ മതി. മിത്ര, എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ പോവാ. ഏയ് കം. വാടാ, അവളോട് തന്നെ ചോദിക്കാം. എക്സ്ക്യൂസ് മീ. എൻ്റെ അച്ഛനെ പോലെ തന്നെ IPS ആകണമെന്നുള്ള മോഹത്തിൽ ഞാൻ സിവിൽ സർവീസ് എക്സാം പാസ്സായി ട്രെയിനിങ്ങിനായി മോസൂറിലേക്ക് പോവായിരുന്നു. നിങ്ങളെയൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ മിത്രനെ പരിചയപ്പെട്ടു. എന്താ പിള്ളേരെ കാണിക്കുന്നത്? ഒരു സാമാന്യ മര്യാദയെങ്കിലും വേണ്ടേ? 2 വർഷങ്ങളായി മറ്റൊന്നും ആലോചിക്കാതെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ഞങ്ങൾ IPS പാസ്സായി. ഇനി പോലീസായി നിങ്ങളെയൊക്കെ അല്ലേ സഹായിക്കാൻ പോകുന്നത്? ഇന്ന് ഒരു ദിവസം ഒന്ന് സന്തോഷിച്ചോട്ടെ. എടി ആ ബാത്റൂമിന്റെ അടുത്ത് കുറെ അവന്മാരുന്നുണ്ട് വെള്ളം അടിക്കുന്നടി. ഏയ് മിണ്ടാതെ വന്നിരിക്കാൻ നോക്കടി. കണ്ടിട്ട് വായിക്കൂടി വെള്ളം ഊറുവാടി. നമ്മുടെ കയ്യിൽ ഒരു കുന്തമില്ലല്ലോ. പറയാതെ വയ്യ. എന്തൊക്കെ പറഞ്ഞാലും ആണുങ്ങൾ തന്നെയാടി. ഏയ് എന്താടി ആണുങ്ങള്? നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കിപ്പോ എങ്ങനെയെങ്കിലും വെള്ളം അടിക്കണം. എഴുന്നേറ്റ് പാടി റെഡിയാ. ഒരു ബിയർ അടിച്ചപ്പോൾ തലക്ക് കയറിയല്ലോടാ. എന്താടാ ട്രെയിനിൽ ബാർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? അതെ, ഞങ്ങൾ ആരാന്നറിയോ? ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കാണോ? മോനെ 3 IPS 2 IAS സർപ്രൈസ് സ്ക്വാഡ്. ഇനി നീയൊക്കെ ഒരു വാക്ക് തറുതല പറഞ്ഞാൽ സ്ത്രീകളെ പീഡിപ്പിച്ചു റേപ്പ് അറ്റംപ്റ്റ് ചെയ്തു പറഞ്ഞ് ഉള്ളിലാക്കും. നീ എഴുന്നേക്ക്. എല്ലാരും അങ്ങോട്ട് മാറി നിന്നേ. ഇനി ഞങ്ങൾ ഇനി ചെയ്യില്ല. പോടാ. ഓക്കെ മാഡം. ഇതെല്ലാം ദയവേദി കടുംപിടി സാധനം അങ്ങോട്ട് കൊണ്ടുവരല്ലേ. ഇവിടെ വെച്ച് തന്നെ അടിച്ചു തീർത്തു. ഹലോ. എന്താ ചോക്ലേറ്റ് ആടാ? ഞാനൊന്ന് തന്നില്ലേ? പൊടി. ഇനി ഒന്ന് നിനക്ക് ഞാൻ തരില്ലടി. ദേ നോക്ക്, ഞാൻ IPS ആ. നീ എനിക്ക് ചോക്ലേറ്റ് തന്നില്ലെങ്കിൽ റേപ്പ് കേസ് എന്ന് പറഞ്ഞ് ഞാൻ അകത്തിടും നിന്നെ. റേപ്പാ? അതെന്നാ? നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ കിടന്ന് കൂത്താടും. പക്ഷെ പബ്ലിക്കിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു വീണ്ടുചരം വേണം. അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളുടെ അവസ്ഥ ഇതാ. അവരുടെ മനസ്സിന് നന്മകളാണ് കൊടുക്കേണ്ടത്. ഹായ്. എന്താ നിങ്ങൾ ഇങ്ങനെ ചീത്ത കുട്ടികളെ പോലെ കളിക്കുന്നത്? പോലീസൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ആ പോലീസ് ചേച്ചി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ആരാ ആ നിൽക്കുന്ന ചേച്ചിയാ? അതെ, ആ ചേച്ചി തന്നെ. അയ്യോ, ആ ചേച്ചി പോലീസൊന്നും അല്ല. എന്താ ശരിയല്ലേ? നിങ്ങൾ പോലീസൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, പോലീസ് അല്ല. ആ കണ്ടോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നീ ചുമ്മാ കിടന്ന് ഇങ്ങനെ കളിക്കരുതെന്ന്. നീ മിടുപിടിക്ക് കുട്ടിയല്ലേ? പോലീസ് എന്നാൽ നമ്മുടെ നാടിനെ രക്ഷിക്കും, കള്ളത്തരങ്ങളൊന്നും നടക്കാതെ അതിനെ തടയും, പിന്നെ അന്യോന്യം തമ്മിൽ തല്ലുന്നത് തടയാനും നോക്കും. നിങ്ങൾ രണ്ടുപേരും കൂടി തമ്മിൽ തല്ലാതെ ചോക്ലേറ്റ് ഷെയർ ചെയ്യണം. ഓക്കെ ആണോ? പോയിക്കോ, വേറെ എന്തെങ്കിലും ഗെയിം കളിക്കും. ശരി അങ്കിൾ. ചേട്ടാ അവിടെ പോ, നമുക്ക് അവിടെ പോയി കളിക്കാം. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് ചെകിടത്തൊന്നും തരിക വേണ്ടത്. പക്ഷെ അതും കുട്ടികളെ ബാധിക്കുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ വിട്ടത്. പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാട്ടി ആഹ്ലാദിക്കുന്നതല്ല. അത് മനസ്സിലാക്കണം. സാധാരണ എന്നെ ആരെങ്കിലും അഡ്വൈസ് ചെയ്താൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. പക്ഷെ എന്താണെന്നറിയില്ല, ഇവൻ എന്നെ അഡ്വൈസ് ചെയ്തപ്പോൾ എനിക്ക് അവനോട് സ്നേഹം തോന്നി. അന്ന് ട്രെയിൻ മോസൂർ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവനെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങി. കാലത്ത് എഴുന്നേറ്റ ഉടനെ അവനെ അന്വേഷിച്ചു. അവൻ സീറ്റിലില്ലായിരുന്നു. ആ ഒരു കണ്ടുമുട്ടൽ ഒരു പക്ഷെ ആദ്യം അവസാനമായിരുന്നോ? അങ്ങനെയൊരു ചിന്തയിൽ എൻ്റെ ട്രെയിനിങ് തുടങ്ങി. Dear students, welcome to the 88th foundation course. Governments may change, crumble, or even topple, but the day-to-day life of the ordinary common man goes on undisturbed because of the executives. That's you. The politicians may be the masters, but you are the actual rulers. And now I proudly present before you the topper of the All India Civil Service exams, Mr. Mithran from Tamil Nadu. It's indeed a great pleasure firstly for me, as he comes from the state where I belong to. എന്റെ മലയാളം എങ്ങനെ ഉണ്ട്? നിന്നെക്കാട്ട് നന്നായിട്ട് ഞാൻ പറയും. അച്ഛാ,
ഇതെന്റെ മോളാ. ഹലോ. മഹിമ വളരെ ഡിസിപ്ലിൻ ഉള്ള കുട്ടിയാ. അച്ഛാ, അച്ഛനെ അവിടെ ഒരു ഓഫീസർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനാണോ? ശരി മിത്രൻ, ഇവളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയണമെന്നാ വിചാരിച്ചത്. പിന്നീട് പറയാം. അച്ഛാ, പറയാൻ ഉദ്ദേശിച്ചത് പാതിയിൽ നിർത്തിട്ട് എന്തിനാ പോന്നെ? ഓഫീസർ അല്ലേ, വെയിറ്റ് ചെയ്തോളൂ. അങ്ങനാണോ? അച്ഛൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറഞ്ഞു. എനിക്ക് കിട്ടുന്ന റെസ്പെക്റ്റിനെല്ലാം കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാ. അതെന്താണെന്ന് ഓർക്കുക. ഇപ്പൊ എങ്ങനെയൊക്കെയോ IPS ജോയിൻ ചെയ്തു. LKG പോയി തുടങ്ങി കോളേജ് വരെ ആയപ്പോ ഇവള് കാണിച്ച തോന്നിവാസവും മുൻകോപവും ഒക്കെ ടീച്ചറിനെ കല്ലുകൊണ്ടിടിച്ചു, അടുത്തിരുന്ന ചെറുക്കന്റെ ചെവി കടിച്ചു പറിച്ചു. ഡെയിലി ഇവളെ കൊണ്ടുള്ള ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നമ്മുടെ മിത്രനല്ലേ, ഞാൻ എല്ലാം പറയട്ടെ.